അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഇപ്പോൾ ദേവൂട്ടിക്ക് ഇത് മാസം 9 പഴയതിനേക്കാൾ നല്ല ക്ഷീണവും തളർച്ചയുമാണ് ദേവൂട്ടിക്കിപ്പോൾ. ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തതിനാൽ അവൾക്ക് നല്ല രക്തക്കുറവും ഉണ്ടായിരുന്നു. ഇക്കുറിയും ആശുപത്രിയിൽ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ അവളോട് ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ അവൾ അതെല്ലാം കേട്ടുകൊണ്ട് നിശബ്ദയായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ദേവൂട്ടിയും ലക്ഷ്മിയമ്മാളും തമ്മിൽ പഴയ രീതിയിലുള്ള ഒരു അടുപ്പമോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അയ്യർക്ക് പക്ഷേ അതിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ദേവൂട്ടിക്കൊപ്പം തന്നെയായിരുന്നു. അശ്വതിയും അപർണയും ദേവൂട്ടിയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ദേവൂട്ടിക്കാകട്ടെ അവരോടാരോടും മുൻപുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും അടുപ്പവും കാട്ടാൻ വല്ലാത്ത ഭയമായിരുന്നു. കാരണം അവർക്ക് മുന്നിൽ അവൾ അവരുടെ ആരുമല്ല എന്ന ആ ഒരു സത്യം നിലനിൽക്കുമ്പോൾ തൻ്റെ സാമീപ്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ഭയം. അതോടെ ആ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ സമയം മറുവശത്തെ സ്ഥിതിയും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ജയകൃഷ്ണനിൽ നിന്നും ദേവൂട്ടിയെ അടർത്തിമാറ്റി മറ്റൊരു വിവാഹത്തിന് കാത്തിരുന്ന ഭഗീരഥക്കും കൂട്ടർക്കും ജയകൃഷ്ണൻ്റെ ഈ പുതിയ സ്വഭാവരീതികൾ കണ്ട് വളരെയധികം വിഷമമാണുണ്ടായത്. മാത്രമല്ല ഇങ്ങനെ സ്വഭാവമുള്ള ഒരാൾക്കൊപ്പം ഒരു പെൺകുട്ടിയെയും അവരുടെ അച്ഛനമ്മമാർ വിവാഹം കഴിപ്പിച്ച് അയക്കില്ല എന്ന സത്യം ഡോക്ടർ ഭഗീരഥിയോടും നമ്പ്യാരോടും തുറന്നു പറയുന്നു. എന്നാൽ ജയകൃഷ്ണനോട് മദ്യപിക്കരുതെന്ന് പറയാൻ അവിടെയുള്ള ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്പ്യാരും ഭാര്യയും ആകെ തകർന്നു. ദേവൂട്ടിയെ പോയതോടെ മദ്യത്തിൽ അഭയം പ്രാപിച്ചു നടന്ന ജയകൃഷ്ണനെ സംബന്ധിച്ചു പറഞ്ഞാൽ അവനിപ്പോൾ എല്ലാം അവൻ്റെ ഈ അന്തമില്ലാത്ത മദ്യപാനവും അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലഹരിയും മാത്രമായിരുന്നു. ഈ സമയം മറുവശത്തെ താൻ ആ വീട്ടിലെ ആരുമല്ല എന്ന സത്യം മനസ്സിലാക്കി എല്ലാവരിൽ നിന്നും തൻ്റെ ഒരു കാര്യങ്ങളും അത് സങ്കടമാകട്ടെ സന്തോഷമാകട്ടെ യാതൊന്നും തന്നെ ആരോടും പറയാതെ സ്വയം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നിശബ്ദയായി മുന്നോട്ടു പോവുകയാണ് ദേവൂട്ടി ഇപ്പോൾ. അങ്ങനെ പോകുന്ന ദേവൂട്ടിക്ക് ഒരാശ്വാസമായി ഇപ്പോൾ നാണിയമ്മയുടെ ഈ വരവ്. ദേവൂട്ടിയുടെ ആ അവസ്ഥ മനസ്സിലാക്കി നാണിയമ്മ പിന്നീട് പലപ്പോഴും ദേവൂട്ടിയെ കാണാൻ വേണ്ടി മാത്രമായി അവിടേക്ക് വന്നിരുന്നു. അങ്ങനെ തന്നെ കാണാൻ നാണിയമ്മ വന്നതോടെ ദേവൂട്ടി എന്തോ അറിയില്ല തൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ താൻ ആ വീട്ടിലെ ആരുമല്ല എന്ന സത്യം നാണിയമ്മയോട് പറഞ്ഞു പോകുന്നു. അയ്യരും ലക്ഷ്മിയമ്മാളും തൻ്റെ അച്ഛനും അമ്മയുമല്ല എന്ന സത്യം, അച്ഛനും അമ്മയും ആരാണെന്നറിയാത്ത ഒരു അനാഥയാണ് താനെന്ന സത്യം, കൂടാതെ അയ്യരുടെ അസുഖവും അതേ തുടർന്നുള്ള ചികിത്സാ ചെലവിനെക്കുറിച്ചും അവൾ നാണിയമ്മയോട് പറയുന്നു. അക്കൂട്ടത്തിൽ അപ്പാവോട് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിനെക്കുറിച്ച് നടന്ന ആ ഒരു സംസാരത്തിൽ വെച്ചാണ് ലക്ഷ്മിയമ്മാളിൽ നിന്നും താൻ ആ സത്യം അറിഞ്ഞതെന്ന് പറയുന്നു. കൂടാതെ ഇക്കാര്യങ്ങളൊന്നും ചെമ്പകശ്ശേരിയിലുള്ളവരോ പ്രത്യേകിച്ച് ജയകൃഷ്ണനോ പോലും അറിയരുതെന്ന് നാണിയമ്മയോട് പറയുന്നു. എന്നാൽ ദേവൂട്ടി പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാണിയമ്മ. ഒപ്പം അവരുടെ ഇരു കരങ്ങളും നിറഞ്ഞൊഴുകിയിരുന്നു. അങ്ങനെയിരിക്കുന്ന നാണിയമ്മ ദേവൂട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ദേവൂട്ടി പക്ഷേ അതിന് പോകാൻ തയ്യാറായിരുന്നില്ല. അതോടെ നാണിയമ്മ അവളോട് അവളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. നാണിയമ്മയുടെ ആ സമാധാനപ്പെടുത്തലും അവർ ഒപ്പമുണ്ടാകുമെന്ന ആ ഒരു ഉറപ്പും ദേവൂട്ടിക്ക് വലിയൊരു ആശ്വാസമായാണ് തോന്നിയത്. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ശനിയാഴ്ച ദിവസം രാത്രി സമയം 8 മണി അയ്യർക്ക് ശ്വാസം തടസ്സവും നെഞ്ചുവേദനയുമായി വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലെത്തിച്ച അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ എത്രയും വേഗം
തന്നെ, അതായത് ഏറിയാൽ 10 ദിവസത്തിനകം ഓപ്പറേഷൻ നടത്തണമെന്നും ഇനിയൊരു തവണ കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടായാൽ പിന്നെ ആളെ നോക്കേണ്ടതില്ല എന്നും തീർത്തു പറയുന്നു. അതുകേട്ട ലക്ഷ്മിയമ്മാളും ഒപ്പമുണ്ടായിരുന്ന അശ്വതിയും എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിസ്സംഗതരായി നിന്ന് വിതുമ്പി. അതുകണ്ട അയ്യർ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊന്നും തനിക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. ഒപ്പം താൻ വിളിക്കുന്ന തൻ്റെ ഭഗവാൻ അതിനിട വരുത്തില്ല എന്നും പറയുന്നു. ഒപ്പം എന്തെങ്കിലും ഒരു മാർഗം അവിടുന്ന് കാട്ടിത്തരുമെന്നും പറയുന്നു. എന്നാൽ അയ്യരുടെ ആ സമാധാനപ്പെടുത്തലുകളൊന്നും അവരുടെ മനസ്സിനെ ശാന്തമാക്കിയിരുന്നില്ല. തീക്കനലിൽ ചവിട്ടി നിൽക്കുന്ന പോലെ ആ അമ്മയും മകളും ആശുപത്രി വരാന്തയിൽ നിന്ന് വെന്തുരുകി. തങ്ങളുടെ ഈ വിഷമാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താൻ അവർ വിളിക്കുന്ന ഭഗവാൻ കൃഷ്ണനോട് നെഞ്ചുരുകി കേണുകൊണ്ടേയിരുന്നു അവർ ഇരുവരും. എന്നാൽ അയ്യരെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുമായിരുന്നു. അത് ജയകൃഷ്ണനായിരുന്നു. ഇക്കാര്യങ്ങൾ ജയകൃഷ്ണൻ അറിഞ്ഞാൽ അവൻ തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വാസം എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ദേവൂട്ടി ഇക്കാര്യങ്ങളൊന്നും ജയകൃഷ്ണനെ അറിയിക്കാനോ അവനെ ഒന്ന് വിളിക്കാനോ തയ്യാറായിരുന്നില്ലല്ലോ എന്നതാണ് കാര്യം. അങ്ങനെ അയ്യരെ കുറച്ചു ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു. ഈ വിവരം അശ്വതി അപർണയെ വിളിച്ചറിയിക്കുന്നു. അപർണ അവളറിഞ്ഞ കാര്യം ദേവൂട്ടിയോടും പറഞ്ഞു. ഒപ്പം അവളുടെ മനസ്സിൽ ദേവേച്ചി ഇക്കാര്യം ജയേട്ടനോട് ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിലെന്ന് അവൾ പ്രാർത്ഥിച്ചു, ഒപ്പം ആഗ്രഹിച്ചു പോകുന്നു. എന്നാലിവിടെ ദേവൂട്ടിയുടെ മനസ്സിൽ അയ്യരെക്കുറിച്ച് അപർണ പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ ഇക്കാര്യങ്ങൾ ജയകൃഷ്ണനോട് പറയണമെന്നും അപ്പാവെ രക്ഷപ്പെടുത്തണമെന്ന് പറയണമെന്നും ഉണ്ടായിരുന്നു. എന്നാൽ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ആ വീട്ടിൽ നിന്നും താൻ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ മാസങ്ങളായില്ലേ. ഇതിനിടെ ഒരിക്കൽ എങ്കിലും തന്നെ വന്നൊന്ന് കാണാനോ തൻ്റെ വയറ്റിൽ വളരുന്ന ജയേട്ടൻ്റെ കുഞ്ഞിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനോ അവൻ വന്നില്ലല്ലോ എന്ന സങ്കടം അത് ആ മനസ്സിൽ കിടന്ന് അലട്ടാൻ തുടങ്ങിയതോടെ അവൾക്കിപ്പോൾ ജയകൃഷ്ണനോട് ഒരുതരം വാശിയും ദേഷ്യവുമായിരുന്നു. അതുകൊണ്ടു തന്നെ അവനെ കാണണമെന്ന് പോലും അവൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള നിലയ്ക്ക് അവനോട് ഈയൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ അവളുടെ മനസ്സ് അത് അവളെ അനുവദിച്ചിരുന്നില്ല. അപ്പാവുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭിക്ഷയെടുക്കേണ്ടി വന്നാലും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ്റെ മുന്നിലേക്ക് പോകില്ല എന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അക്കാര്യം അറിഞ്ഞ നിമിഷം മുതൽ അപ്പാവെ രക്ഷപ്പെടുത്താനുള്ള പണം എവിടെ ചോദിച്ചാലാണ് കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നതിനാൽ അന്നത്തെ ആ രാത്രി അവർ രണ്ടാളും ഉറങ്ങിയതേയുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അപർണയും ദേവൂട്ടിയും കൂടി ആശുപത്രിയിൽ അപ്പാവുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ വീട്ടിലെ ജോലികൾ ചെയ്തു ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടുജോലികൾ ചെയ്തു നടക്കുന്നതിനിടെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു നിന്ന ദേവൂട്ടി പെട്ടെന്ന് ബോധരഹിതയായി താഴെ നിലത്തേക്ക് വീണു പോകുന്നു. ആ വീഴ്ചയിൽ അവൾക്ക് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകുന്നു. ഇതറിയാതെ വീട്ടിനുള്ളിലെ ജോലികൾ ചെയ്തു നടന്ന അപർണ ഇടയ്ക്ക് പുറത്തേക്കിറങ്ങി വരുമ്പോൾ കണ്ടത് കിണറ്റുകരയിൽ രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ദേവൂട്ടിയെയായിരുന്നു. അതുകൊണ്ട് പേടിച്ച് അപർണ ഉറക്കെ നിലവിളിച്ചു. അപർണയുടെ ആ നിലവിളി കേട്ട് അയൽപക്കക്കാരെല്ലാവരും അവിടേക്ക് ഓടിയെത്തി. അങ്ങനെ അവിടേക്ക് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് ദേവൂട്ടിയെയും ഒപ്പം അനുജത്തിയെയും ജാനകിയെയും കാണാൻ വരാറുള്ള നാണിയമ്മയും ഉണ്ടായിരുന്നു. അന്നത്തെ ആ ദിവസം രാവിലെ അവിടെ എത്തിയ അവർ അനുജത്തി ജാനകിയെ കണ്ടതിന് ശേഷം ദേവൂട്ടിയെ കാണാനായി വന്നതായിരുന്നു അവിടേക്ക്. അങ്ങനെ അവിടേക്ക് ഓടിക്കൂടിയെത്തിയ നാട്ടുകാരിൽ ചിലരും നാണിയമ്മയും കൂടി ഒരു ആംബുലൻസിൽ ദേവൂട്ടിയെ അവൾ ചെക്കപ്പിന് പോകാറുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഗൈനക്കോളജിസ്റ്റിലുള്ള ഡോക്ടർമാർ ആരും തന്നെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ദേവൂട്ടിയെ ഇതുവരെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ലിസി എബ്രഹാം അന്നത്തെ ആ ദിവസം ലീവായിരുന്നു. ഈ സമയം സ്ഥിരം ഹോസ്പിറ്റലിൽ വന്നുകണ്ട് ദേവൂട്ടിയെ പരിചയമുള്ള ഒരു നേഴ്സ് ദേവൂട്ടിയെ കണ്ട് ദേവൂട്ടിയുടെ അവസ്ഥ കണ്ട് ഭയന്നുപോയ ആ നേഴ്സ് ദേവൂട്ടിക്കൊപ്പം വന്നവരോട് ലിസി ഡോക്ടർ ഇന്ന് ടൗണിലെ കിങ് ആശുപത്രിയിൽ
ഉണ്ടെന്നും അവളെ അവിടേക്ക് കൊണ്ടുപോകാനും പറയുന്നു. അതേ തുടർന്ന് മറ്റൊന്നും ആലോചിച്ചു നിൽക്കാതെ നാണിയമ്മയും അപർണയും അവർക്കൊപ്പം വന്ന നാട്ടുകാരിൽ ചിലരും കൂടി ആ ആംബുലൻസിൽ ദേവൂട്ടിയെ കൂട്ടി നേഴ്സ് പറഞ്ഞ ടൗണിലെ കിങ് ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നു. ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു. ദേവൂട്ടിയെ കണ്ട ഡോക്ടർ ദേവൂട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നു. തുടർന്ന് അല്പസമയം കഴിഞ്ഞതും ദേവൂട്ടിയുടെ ഓപ്പറേഷൻ നടന്നു. അങ്ങനെ ആ ഓപ്പറേഷനൊടുവിൽ ഡോക്ടർ ലിസി ദേവൂട്ടിയുടെ ഉദരത്തിനുള്ളിൽ നിന്നും ഇത്രയും നാൾ അവൾ രക്ഷപ്പെടുത്തിക്കൊണ്ടു നടന്ന ആ കുരുന്നു ജീവനെ പുറത്തെടുത്തു ദേവൂട്ടിക്കൊപ്പം വന്ന നാണിയമ്മയുടെ കൈകളിലേക്ക് കൊടുത്തു. ഈ സമയം നിറഞ്ഞൊഴുകിയ മിഴികളോടെ നാണിയമ്മ ഇരുകരങ്ങളും നീട്ടി ആ കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് നാണിയമ്മ ആ ഡോക്ടറോട് കുഞ്ഞാണോ പെണ്ണോ എന്ന് ചോദിക്കുന്നു. അതുകേട്ട ഡോക്ടർ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അത് കുഞ്ഞാൺകുട്ടിയാണ്. അതുകേട്ടതും നാണിയമ്മ അറിയാതെ അവരുടെ ഉള്ളിൽ നിന്നും ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു. ചെമ്പകശ്ശേരിയുടെ അടുത്ത തലമുറയുടെ ജനനം ഒരു ഊമപ്പെണ്ണിൻ്റെ ഉദരത്തിൽ നിന്നും. ആ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങാനുള്ള ഭാഗ്യം തനിക്കുമാണ് ഉണ്ടായത്. ഇതാണ് വിധി. കൂടാതെ ഒരു നിമിഷം ചൂടാറും മുമ്പേ ഈ സന്തോഷവാർത്ത ജയകൃഷ്ണനെ വിളിച്ച് ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാലോ എന്ന് നാണിയമ്മയ്ക്ക് തോന്നിപ്പോയി. എന്നാൽ ദേവൂട്ടിയുടെ അഭിപ്രായം എന്താണെന്നറിയാതെ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയതിനാൽ നാണിയമ്മ ആ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറി. ഈ സമയം നാണിയമ്മയുടെ അടുത്ത് നിന്ന അപർണ നാണിയമ്മയുടെ കയ്യിൽ ഇരുന്ന കുഞ്ഞിനെ നോക്കി സന്തോഷത്തോടെ, അതിലുപരി തെല്ലു പേടിയോടെ കൗതുകത്തോടും കൂടി ആ കുഞ്ഞിൻ്റെ കുഞ്ഞിക്കവിളിലും കൈവിരലുകളിലും തൊട്ടു നോക്കുന്നു. ശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ നാണിയമ്മയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഈ കുഞ്ഞിൻ്റെ ജനനത്തോടെ ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കും. ശേഷം പഴയതുപോലെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കും. തീർച്ച. നാണിയമ്മയുടെ മനസ്സിൽ തെല്ല് സമാധാനം തോന്നി. ഈ സമയം ഒരു നേഴ്സ് അവർക്കടുത്തെത്തി കുഞ്ഞിനെയും ഒപ്പം വന്നവരെയും ഒരു റൂമിലേക്ക് മാറ്റി. തുടർന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ദേവൂട്ടിയെ റൂമിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടെ ബോധം തെളിഞ്ഞ ദേവൂട്ടി കണ്ണു തുറന്നതും ആദ്യം ചോദിച്ചത് അവളുടെ കുഞ്ഞിനെയായിരുന്നു. നാണിയമ്മ കുഞ്ഞിനെ അവൾക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, കുഞ്ഞ് ആണാണ്. അതുകേട്ടതും ദേവൂട്ടിയുടെ മുഖത്ത് ഒരേ സമയം സന്തോഷവും സങ്കടവും വന്നു നിറഞ്ഞു. അവൾ തൻ്റെ അടുത്ത് കിടന്ന കുഞ്ഞിനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുഞ്ഞു നെറ്റിയിൽ തൻ്റെ വിരലുകളാൽ പതിയെ തലോടി. ഈ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മാത്രമല്ല ആ ഒരു നിമിഷം നാളുകൾക്ക് ശേഷം ദേവൂട്ടിയുടെ മനസ്സ് ജയകൃഷ്ണനെ കാണാൻ വല്ലാതെ കൊതിച്ചു. ഏതൊരു സ്ത്രീയും അവൾ ആദ്യമായി അമ്മയാകുന്ന ആ ഒരു നിമിഷം തനിക്ക് അരികിൽ തനിക്ക് അങ്ങനെയൊരു ഭാഗ്യത്തിന് കാരണക്കാരനായ തൻ്റെ പുരുഷൻ്റെ സാമീപ്യവും സ്നേഹത്തോടെയുള്ള ആ ഒരു നോട്ടവും പുഞ്ചിരിയും ആഗ്രഹിക്കും. അത് സർവ്വസാധാരണമാണ്. ഇവിടെ ദേവൂട്ടിയുടെ മനസ്സും അത് വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. ജയേട്ടൻ ഇപ്പോൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. ഒപ്പം മറ്റൊന്നുകൂടി അവൾ ഓർത്തു, തന്നെയും തൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ നീച മൃഗങ്ങളെക്കുറിച്ച്. അതോടെ അവൾ തൻ്റെ മനസ്സിൽ മൂടിവെച്ച, ഇനിയൊരിക്കലും ഓർക്കരുതെന്ന് ആഗ്രഹിച്ച ആ ഓർമ്മകൾ ഓരോന്നും ഒന്നൊന്നായി പുറത്തേക്ക് വന്നു. അതോടെ അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന അവരോടുള്ള പകയും വിദ്വേഷവും പുറത്തേക്കൊഴുകി. തന്നെയും ജയേട്ടനെയും ഇതുവരെ വിഷമിപ്പിച്ച എല്ലാവരോടും കണക്കു തീർക്കാൻ സമയമായിരിക്കുന്നു എന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. കുഞ്ഞുമായി ഇവിടെ നിന്നുമിറങ്ങിയാൽ താൻ നേരെ പോകുന്നത് ചെമ്പകശ്ശേരിയിലേക്കായിരിക്കും എന്നും അവൾ തീരുമാനിച്ചുറപ്പിക്കുന്നു. ഇതിനിടെ നാണിയമ്മയോട് അപ്പാവുടെ ഓപ്പറേഷന് കുറച്ച് പണം സഹായം ചോദിക്കണം. അങ്ങനെ പലരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടാണെങ്കിലും ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പായി അപ്പാവുടെ ഓപ്പറേഷനും നടത്തണം ദേവൂട്ടി തീരുമാനിച്ചു. ശേഷം കാര്യങ്ങളെല്ലാം ശരിയായി കഴിയുമ്പോൾ ജയേട്ടനോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ഈ കടങ്ങളെല്ലാം തീർക്കാം. എന്നാൽ
അവളുടെ ആ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും നടക്കാൻ സമയമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. അതായത് നമ്മൾ മനുഷ്യർ പലതും ആഗ്രഹിക്കുന്നു, എന്നാൽ ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു. ദൈവത്തിൻ്റെ ആ തീരുമാനത്തിനും കാരണമുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല. നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തീർക്കുക തന്നെ വേണം. മാത്രമല്ല, നമ്മളിലൂടെ തന്നെ ആ കർമ്മത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരായവരും ഉണ്ട്. അവർക്കത് അനുഭവിക്കണമെങ്കിൽ നമ്മളിവിടെ നമ്മുടെ കർമ്മം അനുഭവിച്ച് പൂർത്തീകരിക്കണം. അതാണ് അതിൻ്റെ രഹസ്യവും സത്യവും. അങ്ങനെ ഇവിടെ ദേവൂട്ടിയുടെ ആ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കാൻ ഇനിയും അവൾക്ക് കാത്തിരിക്കാനായിരുന്നു യോഗം. അതുകൊണ്ട് ആണല്ലോ അങ്ങനെ